ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മിൽക്ക് ജെല്ലോ പുഡിംഗ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചൈന ഗ്രാസ് ഇടാം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. 3 പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. എല്ലാ സൈഡിലേക്കും നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ എല്ലാ സൈഡിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ പൊടിച്ചു വെച്ച ചൈന ഗ്രാസും പഞ്ചസാരയും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് കൈ മാറ്റാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചതിലേക്ക് നമുക്ക് ഈ ചൈന ഗ്രാസ് മിശ്രിതം ഒഴിക്കാം. ചൈന ഗ്രാസ് ആയതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഇനി നമുക്കതിലേക്ക് ഓരോ പ്ലേറ്റിലേക്കും ഫുഡ് കളേഴ്സ് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ റെഡ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കളേഴ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അടുത്തതിലേക്ക് ഗ്രീൻ കളർ യൂസ് ചെയ്യാം. വളരെ അല്പം ഇട്ടാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ല കളറായി കിട്ടും. ഇനി നമുക്ക് അടുത്ത പ്ലേറ്റിലേക്ക് യെല്ലോ കളർ ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. 4 ടീസ്പൂൺ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 ലിറ്റർ പാലൊഴിക്കാം. 1 ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. ഞാൻ ഫുള്ളായിട്ട് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് 100 മില്ലി ഫ്രഷ് ക്രീം ചേർക്കാം. ഇനി നമുക്കത് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് പാൽ മിൽക്ക് മെയ്ഡ് മിശ്രിതം ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൈ മാറ്റാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്യാൻ വെച്ച ജലാറ്റിൻ ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിത് കൈ മാറ്റാതെ തന്നെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. ഇനി ഒരു പുഡിംഗ് മോൾഡിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ബട്ടറും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്യാം. ഇത് സൈഡിലൊക്കെ നന്നായിട്ട് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ ജെല്ലി നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ മുറിച്ചെടുക്കാം. അത്യാവശ്യം വലിയ പീസായിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. ചൈന ഗ്രാസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ കളർ മുറിച്ചെടുക്കാം. ഇതുപോലെ വലിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറും ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് റെഡ് കളർ മുറിച്ചെടുക്കാം. ഇതുപോലെ മുറിച്ചെടുക്കാം. ഇനി പുഡിംഗ് മോൾഡിലേക്ക് യെല്ലോ ജെല്ലി ഇട്ട് കൊടുക്കാം. ഇനി റെഡ് കളർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ തണുപ്പിച്ച് പാൽ മിൽക്ക് മെയ്ഡ് മിശ്രിതം ഒഴിക്കാം. മുകളിലേക്ക് കുറച്ചും കൂടി റെഡ് ജെല്ലി, ഗ്രീൻ, യെല്ലോ അങ്ങനെ ചേർക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി പാൽ മിൽക്ക് മെയ്ഡ് മിശ്രിതം ഒഴിക്കാം.
കുറച്ചും കൂടി നമ്മളുടെ ജെല്ലി ഇട്ട് കൊടുക്കാം. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് 6 തൊട്ട് 7 മണിക്കൂർ വരെ തണുപ്പിക്കാൻ വെക്കാം. ഇപ്പോൾ ഒരു 7 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ പുഡിംഗ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പെർഫെക്റ്റ് ഹാർഡ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളത് ജലാറ്റിൻ ഇട്ടിരിക്കുന്നതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. ജെല്ലിയൊക്കെ മുകളിൽ വരുന്ന പല കളേഴ്സിൽ വന്നിരിക്കുന്നത് കൊണ്ട് കാണാൻ തന്നെ വളരെ നല്ല ഭംഗിയാണിത്. ക്രിസ്മസിന് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണിത്. മുറിക്കുമ്പോൾ തന്നെ അറിയാം, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. Thanks for watching my channel.